മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. കോട്ടയത്തെ നവജാത ശിശു വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രതികൾ അസം സ്വദേശിനിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കുട്ടിയെ വിൽക്കുന്നുണ്ടോ എന്ന പ്രതികളുടെ ചോദ്യം. ഇല്ലെന്ന അസം സ്വദേശിനിയുടെ മറുപടി. കുട്ടിയെ വിറ്റാൽ 2 ലക്ഷം രൂപ തരാമെന്ന വാട്സപ്പ് സന്ദേശം. ഷിനോജ് ജസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഈ കാര്യത്തിൽ വളരെ പുറമേ നിന്നുള്ള ഒരു പഠനമോ വിശകലനമോ മാത്രം വേണ്ടി വരില്ല ഈ പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാക്കാൻ എന്നത് ഷിനോജിനൊക്കെ അന്ന് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അസം സ്വദേശിനിയുടെ സന്ദേശങ്ങൾ കൈമാറിയതിൽ എന്തൊക്കെയാണ് ഉള്ളടക്കം, വിവരങ്ങൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നത്? മൊത്തം ഈ കോട്ടയത്തെ നവജാത ശിശുക്കടത്തുമായി ബന്ധപ്പെട്ട ഈ കേസിലെ ഏറ്റവും നിർണായകമായ ചില വാട്സപ്പ് സന്ദേശങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അറസ്റ്റിലായ പ്രതികൾ, ഈ പ്രതികളും ഈ അസം സ്വദേശിനിയായിട്ടുള്ള 22 വയസ്സുള്ള പെൺകുട്ടിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ആ ചാറ്റിൽ തന്നെ ഈ പ്രതികൾ എത്രത്തോളം കൃത്യമായിട്ടാണ് ഇത്തരത്തിൽ ഈ സംഘങ്ങളെ, പ്രത്യേകിച്ച് ഗർഭിണികളെയൊക്കെ തന്നെ വലയിലാക്കിയിരുന്നത് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഈ അസം സ്വദേശിനിയായിട്ടുള്ള ഈ പെൺകുട്ടിയോട് ഇവർ വാട്സപ്പിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ ഈ പഴയ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ തന്നെ ചോദിക്കുന്നത് പോലെയാണ് യു ബേബി ഇൻ സെയിൽ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുക. അതായത് നിൻ്റെ കുട്ടിയെ വിൽക്കാനുണ്ടോ എന്ന തരത്തിലൊക്കെ തന്നെ ചോദ്യങ്ങൾ. ഒരു പക്ഷേ കൃത്യമായ രീതിയിലുള്ള ഇംഗ്ലീഷൊന്നുമല്ല, ഒരു നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന മുറി ഇംഗ്ലീഷ് എന്ന തരത്തിലാണ് ഈ ചാറ്റുകളൊക്കെ തന്നെ നടക്കുന്നത്. പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചാറ്റ് നടത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ അർജുനാണ് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നൊക്കെ തന്നെ പ്രാഥമികമായ പോലീസിന് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം വഴിയും ഈ പ്രതികൾ ഈ പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്ത്രീയാണ് ആ സമയത്തൊക്കെ തന്നെ സംസാരിച്ചത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്തുനിന്ന് അറസ്റ്റിലായ അനീനയാണ് എന്നാണ് പോലീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും യു ബേബി ഇൻ സെയിൽ, കുട്ടിയെ വിൽക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ അസം സ്വദേശിനി പറയുന്ന മറുപടി ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പറയുന്നുണ്ട് യു ഡെലിവർ ദ ബേബി ഇൻ ഐ ആം പേ 2 lakh. നീ ഈ പ്രസവം കഴിയുന്ന സമയത്ത് കുട്ടിയെ തന്നു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ നിനക്ക് തരാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. അതായത് കൃത്യമായ രീതിയിൽ കുട്ടികളുടെ കച്ചവടം ഈ കോട്ടയം തീക്കോയി കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാട്സപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് വരുന്നത്. അതിനൊപ്പം തന്നെ എങ്ങനെയാണ് ഈ സംഘം ഈ സ്ത്രീകളെ വലയിലാക്കിയിരുന്നത്, ഏത് തരത്തിലുള്ള സ്ത്രീകളെയാണ് ഇവർ വലയിലാക്കിയിരുന്നത് സംബന്ധിച്ചൊക്കെ തന്നെ ഈ ചാറ്റ് പൂർണ്ണമായി വായിക്കുന്ന സമയത്ത് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഈ പെൺകുട്ടി പണം നൽകിയാൽ കുഞ്ഞിനെ തരില്ല എന്ന് പറയുന്നതിനോടൊപ്പം മറ്റെന്തൊക്കെ മറുപടിയാണ് ഈ അസം സ്വദേശിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്? ആ പെൺകുട്ടി പറയുന്നുണ്ട് പണം നൽകിയാൽ പോലും കുട്ടിയെ വിട്ടുതരാൻ കഴിയില്ല. അവൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ കൊച്ചിൻ്റെ ആരോഗ്യം, പ്രത്യേകിച്ച് ഒരു 2-3 മാസം മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ ആരോഗ്യം, പ്രസവം കഴിഞ്ഞാൽ ഉടൻ എന്ത് തരത്തിലുള്ള സംരക്ഷണം നിങ്ങൾ നൽകും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ സംഘവുമായൊക്കെ തന്നെ ചോദിക്കുന്നത്. ആ സമയത്തൊക്കെ തന്നെ അവർ പറയുന്നത് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ആ സമയത്ത് കൂടുതലൊന്നും തന്നെ ഇവർ പറഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഈ കോട്ടയത്തെത്തിയതിനു ശേഷമാണ് എഗ്രിമെൻറ്റ് വയ്ക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. അവിടെ വെച്ചാണ് ഇവർക്ക് തന്നെ ചില സംശയങ്ങൾ തോന്നുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമമൊക്കെ തന്നെ ഈ അസം സ്വദേശിനെയൊക്കെ തന്നെ നടത്തുന്നത്. എന്തായാലും ഈ ചാറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് അസം സ്വദേശിയുമായി ചാറ്റ് ചെയ്തിരിക്കുന്നത്, വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രതിയായിട്ടുള്ള അർജുനാണ് എന്നാണ് പോലീസിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഈ ഏത് തരത്തിലാണ് ഈ സംഘത്തെ കീഴ്പ്പെടുത്തുന്നതെന്നൊക്കെ വലയിലാക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ പോലീസിനും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇവരുടെ രീതി എന്ന് പറയുന്നത് ആരും നിയമവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കേസുമായി ബന്ധപ്പെട്ടൊന്നും തന്നെ മുന്നോട്ട് പോകാത്ത സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഇതര സംസ്ഥാനത്ത് നിന്ന് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, അവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇവർ ഈ അന്വേഷണവും തട്ടിപ്പൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഈ കുട്ടിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഉൾപ്പെടെ ഇവർ വാട്സപ്പിൽ അയച്ചു വാങ്ങും. അത് വാങ്ങി പരിശോധിച്ചതിന് ശേഷം കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇവർ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകില്ല. ഒരു പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാകും ഈ ഗർഭിണികളെ, ഇതര സംസ്ഥാനത്തുള്ള ഗർഭിണികളെ കോട്ടയത്തേക്ക് എത്തിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് വിൽപ്പന നടത്തുന്നതും കുട്ടികളുടെ വിൽപ്പന ഉൾപ്പെടെ നടത്തുന്നത്. എന്തായാലും ഒരു കുട്ടിയെ ഇവർ 6 മാസം മുൻപ് പോലീസ് ഈ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും കഴിക്കുന്നോ, അതായത് നല്ല ഭക്ഷണം കഴിക്കുന്നു എന്നതായിരിക്കും ഇവർ ഉദ്ദേശിച്ചത്. നേരത്തെ ഷിനോജ് പറഞ്ഞല്ലോ മുറി ഇംഗ്ലീഷാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെ എന്തോ അവർ ചോദിച്ചിട്ടുണ്ട് എന്നാണ്. മരുന്ന് കഴിക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ മരുന്ന് നിങ്ങൾ കഴിക്കുന്നുണ്ടോ? അതായത് അമ്മയുടെ, അതായത് ഈ അസം സ്വദേശിനിയുടെ ആരോഗ്യനില ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുള്ളതാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ഇവർ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകില്ല. അതാണ് ഇവരുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ, അത് ഗർഭിണിയായ സ്ത്രീക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ലെങ്കിൽ മാത്രമേ അവരെ ഇവിടെ എത്തിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇവർ മെനക്കെടുകയുള്ളൂ. അതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ സ്കാനിങ് റിപ്പോർട്ട് ഉൾപ്പെടെ ഇവർ ഈ വാട്സപ്പ് വഴി അയച്ചു വാങ്ങുന്നതും ഒക്കെ തന്നെ ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം ഈ കൃത്യമായ രീതിയിലുള്ള തട്ടിപ്പ് സംഘം ഇതുമായി ബന്ധപ്പെട്ട് വലിയ
കണ്ണികൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. കാരണം സ്കാനിംഗ് റിപ്പോർട്ട് അയച്ചു കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് പരിശോധിക്കാനൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആരെങ്കിലും ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുന്നുണ്ട്. അതിനൊപ്പം ഈ നേരത്തെ ഒരു നേഴ്സ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നതായി ചില സംശയങ്ങളൊക്കെ തന്നെ പോലീസ് പറയുന്നുണ്ട്. അവർക്ക് ഇതിൽ കൂടുതൽ പങ്കുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ തട്ടിപ്പ്, വലിയൊരു വമ്പൻ റാക്കറ്റ് തന്നെയാണ് കോട്ടയത്ത് ഈക്കോ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നെന്ന് ഈ വാട്സപ്പ് ചാറ്റിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്.